നമ്മുടെ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് +2 സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആയ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. അതായത് കഴിഞ്ഞ വിക്ടേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യവും പിന്നെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതോടെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട്, അത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് തുടർന്ന് ക്ലാസ്സുകൾ കിട്ടണമെന്നുണ്ട്, കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കുട്ടികളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുമ്പോഴേ നമ്മൾ ആ പ്രോസസ് പൂർത്തിയാകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സുകളും അതുപോലെ മറ്റൊരു ഇൻഫോർമേഷൻസും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുകയാണ്. അടുത്ത തന്നെ ഫർദർ ഹയർ സ്റ്റഡീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ഇൻഫോർമേഷൻസിലെ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അറിയാൻ സാധിക്കും. അപ്പൊ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരുന്നത് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആയിരുന്നു. അപ്പൊ ഡിഫറെന്റ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ അതിന്റെ യൂസസും ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്. സൈഡ് എഫക്ട്സ് വല്ലാതെ നമ്മളവിടെ പറഞ്ഞിട്ടില്ല തോന്നുന്നു. അപ്പൊ നമുക്കതിന്റെ യൂസസ് നമുക്ക് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ പോലത്തുള്ള സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ വരാതിരിക്കാനും കുട്ടികൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നമുക്ക് തടയാൻ പറ്റും. അത് ഫാമിലി പ്ലാനിംഗ് പറഞ്ഞ കാര്യം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള ഏജ് സ്പേസിംഗ് പ്രായത്തിന്റെ ഗ്യാപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങളും നമ്മളൊരു ഗുണങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. അത് ചില ആളുകൾക്ക് ഉണ്ടാകാം, ചിലർക്ക് ഉണ്ടാവില്ല. നോസ് ചെയ്യാനുള്ള ടെൻഡൻസി, ടു വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, പിന്നെ അതുപോലെ പിന്നെ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രുവൽ ബ്ലീഡിങ് അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഇടയിൽ വരുന്ന ബ്ലീഡിങ്, ബാക്ക് പെയിൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈഡ് എഫക്ട്സ് ആയിട്ടുണ്ടാവാം. എന്നാലും നമുക്കറിയാം ബാരിയർ മെത്തേഡ് പോലുള്ള കാര്യങ്ങൾക്കൊന്നും പറയത്തക്ക യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ദാറ്റ് ഈസ് MTP. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. MTP എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ ഇന്റൻഷണൽ ഓർ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം ഈസ് കോൾഡ് MTP. അതായത് നമ്മൾ ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ടോ ആ ഒരു പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യുക. ഇന്റൻഷണൽ അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് പ്രഗ്നൻസിയെ അവസാനിപ്പിക്കുകയാണെങ്കിൽ, അതായത് അതിന്റെ ഫുൾ ടേം എന്ന് നമ്മുടെ ജസ്റ്റേഷൻ പീരീഡില് ആ ഒരു പീരീഡ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് അതിനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ആ ഒരു പ്രോസസിനെ പറയുന്ന പേരാണ് MTP. കോമൺലി അബോർഷൻ, ഇൻഡ്യൂസ്ഡ് അബോർഷൻ, അല്ലെ? അബോർട്ട് തന്നെ ആയി പോകാം. ഇത് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ആണ്. ഇന്റൻഷണൽ അല്ലെങ്കിൽ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. ആ ഒരു ഫുൾ ടേമിന് മുന്നേ ഇന്റൻഷണലി ആയിട്ട് പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. അതാണ് MTP. ഇനി അങ്ങനെ MTP ചെയ്യാൻ പാടുണ്ടോ? അത് ശരിയായ രീതിയാണോ? പിന്നെ ഇനി അതിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് MTP അനുവദനീയമായിട്ടുള്ളത്? നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. ഇപ്പൊ ഒരു പ്രഗ്നൻസിയെ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇന്റൻഷനലി ആയിട്ട് നമുക്ക് അതിനെ കളയേണ്ടി വരുന്നത്, ടെർമിനേറ്റ് ചെയ്യേണ്ടി വരുന്നത്? അപ്പൊ പല റീസൺസ് കൊണ്ടാവും. ഒന്നുകിൽ അതൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി, ടു ഗെറ്റ് റിഡ് ഓഫ് ഫ്രം എൻ അൺവാണ്ടഡ് പ്രഗ്നൻസി which is either due to casual unprotected intercourse or failure of the contraceptive. അതായത് പ്രിക്കോഷൻസ് എടുക്കാതെ ഉണ്ടായ ഒരു ഇന്റർകോഴ്സ് വഴി ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടായി. അതല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തു, പക്ഷെ അത് ഫെയിലിയർ ആയി. ദാറ്റ് മീൻസ് അത് പ്രഗ്നൻസി ഇപ്പൊ അവിടെ, അതായത് ആ കപ്പിള് പ്രഗ്നൻസിയെ ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എ റീസൺ ഫോർ MTP. MTP എന്ന് പറഞ്ഞാൽ നമുക്കത് ശരിക്കും ലീഗലി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അബോർട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോ ഒരുവിധം ഡോക്ടേഴ്സ് ഒന്നും ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മളിനി പറയാൻ പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളില്ലെങ്കിൽ MTP ചെയ്തു കൊടുക്കില്ല. അപ്പൊ അത് ഞാൻ വഴിയെ പറയാം അതിന്റെ കാര്യങ്ങള്. അപ്പോ MTP എസെൻഷ്യൽ ആണ് ഇൻ സർട്ടൻ കേസസ്. ഏതൊക്കെ കേസുകളിലാണ് MTP ഒരു ഡോക്ടർ ഒരു പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറയാ? തീർച്ചയായിട്ടും എന്താണ്? ദ കണ്ടിന്യൂഷൻ ഓഫ് ദി പ്രഗ്നൻസി കുഡ് ബി ഹാർംഫുൾ or even fatal either to the mother or to the fetus or both. അതായത് ഈ പ്രഗ്നൻസിയെ തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അമ്മയുടെയോ കുഞ്ഞിന്റെയോ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ അപകടമാണ്. അതായത് കുട്ടി മരിക്കാം,
അല്ലെങ്കിൽ അമ്മ മരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് സിവിയർ ആയിട്ടുള്ള അബ്നോർമാലിറ്റി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ. അതായത് അങ്ങനെ ഒരു കുട്ടി ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനത്തെയൊക്കെയുള്ള സിവിയർ കണ്ടീഷൻസ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് അത്രയും ഡേഞ്ചറസ് ആണ് ഈ ഒരു പ്രഗ്നൻസി തുടർന്നുകൊണ്ട് പോകുന്നത്. സോ അങ്ങനത്തെ കണ്ടീഷനിലാണ് ഈ MTP നമുക്ക് നമ്മൾ മീൻസ് ലീഗലി അതിനെ അനുവദിക്കുന്നുള്ളൂ. MTPs are also essential in certain cases where continuation of the pregnancy could be harmful ആണ്, അപകടകരമാണ്, or even fatal, മരണത്തിന് വരെ കാരണമാകാം to the mother or to the fetus, അല്ലെങ്കിൽ രണ്ടാളുടെയും. There is a substantial risk that if the child were born, it would suffer from such physical or mental abnormalities as to be seriously handicapped. അതായത് കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് സിവിയർ ആയിട്ടുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്തരം മെന്റൽ പ്രോബ്ലംസ് ഒരു പരിധി വരെ അത് പാരമ്പര്യമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ പല ടെസ്റ്റുകളും നമുക്കറിയാം, ഒരുപാട് സ്കാനിങ് കുറ്റപ്പെടുത്താറുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് ടെസ്റ്റുകള്, മറ്റുള്ള ജനറ്റിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും ഇപ്പൊ പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലൊക്കെ നോക്കിയപ്പോ കുട്ടിക്ക് സിവിയർ ആയിട്ടുള്ള ഫിസിക്കലോ അല്ലെങ്കിൽ മെന്റലോ ആയിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണ് ജനിക്കാൻ പോകുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത്തരം കേസുകൾ അപ്പോഴൊക്കെ അതുപോലെ തന്നെ പിന്നെ ബാക്കി പറയാം. പിന്നെ മറ്റൊരു കാര്യം, MTPs ആർ കൺസിഡേർഡ് റിലേറ്റീവ്ലി സേഫ്. സാധാരണയായിട്ട് MTP ചെയ്യാന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈംസ്, നമ്മൾ പറയുന്നു ആദ്യത്തെ 3 മാസങ്ങൾ. ആദ്യത്തെ 3 മാസങ്ങളാണ് MTP സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം. ദാറ്റ് ഈസ് അപ് ടു 12 വീക്സ്. ദെൻ സെക്കൻഡ് ട്രൈംസ്റ്ററിലേക്ക് കടന്നാൽ തന്നെ അത് ഡേഞ്ചറസ് ആണ്. ഫസ്റ്റ് 3 മന്ത്സിലാണ് ചെയ്യാൻ പറ്റുക. പക്ഷെ നമ്മൾക്ക് അതുപോലെ തന്നെ ഈ MTP ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കുകയോ അല്ലാതെ നമ്മൾ പറയുന്ന ക്വാക്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരാള് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുക, ഒരു ഡോക്ടറായിട്ടോ നഴ്സായിട്ടോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. ബട്ട് ആക്ച്വലി ഹി ഓർ ഷീ ഈസ് നോട്ട് ക്വാളിഫൈഡ്. ശരിക്കും ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതാണ് ക്വാക്സ് എന്നോട് ഉദ്ദേശിച്ചത്. അപ്പോ ഈ MTPകൾ പലരും ഇല്ലീഗലായിട്ട് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ടു ഡേഞ്ചറസ്, വളരെ ഡേഞ്ചറസ് ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങള് മരണത്തിന് വരെ കാരണമാകാം. പിന്നെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതിന് കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മൾ ഒരു അമ്മയ്ക്കും കുട്ടിക്കും അപകടകരമാണെങ്കിൽ, കുട്ടിക്ക് സിവിയർ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ പിന്നെ ഡോക്ടേഴ്സ് നമുക്കറിയാം, കേട്ടിട്ടുണ്ടാവില്ലേ, ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സിനിമകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. MTP എപ്പോഴാ പറയാ, ഒരു റേപ്പിന്റെ ഒക്കെ ഫലമായിട്ടുണ്ടാകുന്ന പ്രഗ്നൻസി അല്ലെ, അത്തരം പ്രഗ്നൻസിനെ ഒഴിവാക്കാൻ ഇവയ്ക്ക് അതിനുള്ള അവകാശമുണ്ട്. അപ്പൊ അത്തരം കേസുകളിൽ പിന്നെ ഇതിന്റെ ഒരു മിസ്യൂസ് വേറെ എന്താന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് നമ്മൾ ആംനിയോസെറ്റസിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ. സെക്സ് ഓഫ് ദി അൺബോൺ, ജനിക്കുന്നതിന് മുൻപ് കുട്ടിയുടെ സെക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പൊ ആ ആംനിയോസെറ്റസിസ് വഴി കുട്ടിയുടെ സെക്സ് കണ്ടുപിടിച്ചിട്ട് അത് പെൺകുട്ടിയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, അബോർട്ട് ചെയ്യുക. നമ്മുടെ ഇവിടെ ഒന്നും പറഞ്ഞാല് നമുക്ക് കേരളത്തിലൊന്നും അത്ര കണ്ടില്ല, പക്ഷെ അതൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ കുട്ടിയുടെ സെക്സ് കണ്ടുപിടിക്കുക, പെൺകുട്ടിയാണെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിസ്യൂസ് ആണ് അതിന്റെ. ആംനിയോസെറ്റസിസ് ചെയ്തിട്ട് determine the sex of the unborn child. Frequently, if the fetus is found to be female, it is followed by MTP. This is totally illegal. അല്ലെ, ആണായാലും പെണ്ണായാലും എല്ലാ അവകാശങ്ങളും ഒരുപോലെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊരു ട്രെൻഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ സ്കാനിങ് കഴിഞ്ഞ സെക്സ് ചോദിക്കാൻ പാടില്ല, ആംനിയോസെറ്റസിസ് അങ്ങനെ വെറുതെ നടത്താൻ പാടില്ല. MTPകൾ നല്ല എത്തിക്സ് ഉള്ള ഡോക്ടേഴ്സ് ഒന്നും നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ആണ്. മേ ബി അത് ഈ പറഞ്ഞ പോലെ കോൺട്രസെപ്റ്റീവ്സിന്റെ ഫെയിലിയർ കൊണ്ടാവാം. കുട്ടികൾ തമ്മിലുള്ള ഏജ് വളരെ കുറവായിരിക്കും, അമ്മയുടെ കുഞ്ഞിനെ ഹെൽത്തിന് ഭയങ്കര അപകടമായിരിക്കും. വളരെ സിവിയർ ആയിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പ്രശ്നമുള്ള ഒരു കുട്ടിയാണ് ജനിക്കാൻ പോവുക, അല്ലെങ്കിൽ റേപ്പിന്റെ ഫലമായിട്ടുണ്ടായ പ്രഗ്നൻസിയാണ്. അത്തരം കേസുകളിൽ മാത്രമാണ് MTP അനുവദനീയം എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ദാറ്റ് ഈസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ബോത്ത് ആർ സെയിം അല്ലെ. അതായത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഇന്റർകോഴ്സ് വഴി പകരുന്ന
അസുഖങ്ങളെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ പൊതുവെ പറയുന്ന പേരാണ് ഇത്. അതിന് നമ്മൾ വേറെ എന്തൊക്കെ പേര് പറയാം? BD. നിങ്ങൾ ചില ഗൈനക്കോളജിസ്റ്റുകളുടെ ഒക്കെ അടുത്ത് അവരുടെ നെയിം ബോർഡ് അത് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ അതിലുണ്ടാവും VD, ദാറ്റ് ഈസ് എ വെനിറൽ ഡിസീസസ്. ഇത് അതന്നെയാണ് കാര്യം. ഓർ വേറെ പേരുണ്ട് RTI, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പൊ സെക്ഷൽ ഇന്റർകോഴ്സ് വഴി, സെക്ഷൽ കോണ്ടാക്ട് വഴി കിട്ടുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ, ഡിസീസുകളെ പറയുന്ന പേരാണ് STI അല്ലെങ്കിൽ VD, വെനിറൽ ഡിസീസസ്, അല്ലെങ്കിൽ RTI ഓർ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഉദാഹരണങ്ങൾ: ഗൊണോറിയ, സിഫിലിസ്, ജെനിറ്റൽ ഹെർപ്സ്, ക്ലാമിഡിയാസിസ്, ജെനിറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ്. അതായത് ഇതിൽ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ മൈൽഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, മൈൽഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുണ്ടാവും. അപ്പൊ നമുക്കതില് ഈ ഇൻഫെക്ഷൻസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് HIV ക്യാൻ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇഞ്ചക്ഷൻ നീഡിൽ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എക്സെട്ര വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. നമുക്കറിയുന്ന കാര്യമാണല്ലേ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള അസുഖങ്ങള് സെക്ഷൽ ഇന്റർകോഴ്സ് വഴി മാത്രമല്ല, ഈ ഷെയറിംഗ് ഓഫ് ഇഞ്ചക്ഷൻ നീഡിൽസ് അല്ല, അസുഖമുള്ള ഒരാള് കുത്തിവെച്ച സൂചി, അത് മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാവുക എവിടെയാണ്? ഈ ഡ്രഗ് അബ്യൂസിലെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലാണ്. പിന്നെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ശരിയായ രീതിയിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടത്താത്ത സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തം സ്വീകരിക്കുന്നത് വഴി, ആൻഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്, അല്ലെ, ഒരു അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് കിട്ടാം. അപ്പൊ ഇത്തരം വഴികളിലൂടെയും ഹെപ്പറ്റൈറ്റിസും എയ്ഡ്സും പകരാം. അപ്പൊ അതുകൊണ്ട് നമുക്കത് പ്യുവർലി STIs ആയി നമ്മൾ കണക്കാക്കുന്നില്ല കേട്ടോ. ഇനി ഇതിന്റെ ഏർലി സിംറ്റംസ് ആയിട്ട് എന്തൊക്കെ പറയാം? ഇച്ചിങ്, ചൊറിച്ചിലുണ്ടാവുക, അതുപോലെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാവുക, ചെറിയ പെയിൻ ഉണ്ടാവുക, സ്വെല്ലിങ്സ് ഇവിടെയൊക്കെ ഉണ്ടാവുന്ന എവിടെയുണ്ട്? ജെനിറ്റൽ റീജിയൻ, നമ്മുടെ ഈ ലൈംഗിക അവയവങ്ങളിൽ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിലുണ്ടാവുക, പിന്നെ അതുപോലെ ഫ്ലൂയിഡ് പോലെ വരിക, അതുപോലെ വേദന ഉണ്ടാവുക, ചെറിയ രീതിയിലുള്ള സ്വെല്ലിങ്സ്, വീർക്കല് ഒക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന്റെ ഏർലി സിംറ്റംസ്. അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ സിംറ്റംസ് ഒക്കെ ആകുമ്പോ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ മാത്രമല്ല, നമുക്ക് തന്നെ അറിയാലേ, ഈ ജെനിറ്റൽ റീജിയനിൽ ഉണ്ടാകുന്ന ചെറുതാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും നമ്മളത് ഒരാളോട് പറയാനും അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ പിന്നെ കൺസൾട്ടിങ്ങിൽ പോവാനും ഒക്കെ ആളുകൾക്ക് കുറച്ച് മടിയാണ്, മറ്റുള്ള അസുഖങ്ങൾ പോലെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അൺനോട്ടീസ്ഡ് ആയിട്ടും അൺഡയഗ്നോസ്ഡ് ആയിട്ടും അൺട്രീറ്റഡ് ആയിട്ടും ഇട്ട് കഴിഞ്ഞാല് അത് വളരെ ഡേഞ്ചറസ് ആയി മാറും. അപ്പൊ absence or less significant symptoms in the early stages of infection and the social stigma, അതാണ് ഞാൻ പറഞ്ഞ social stigma attached to STIs deter the infected person from going for timely detection and proper treatment. ടൈംലി ഡിറ്റക്ഷനും കൃത്യമായ ചികിത്സയുമാണ് ഇതിന് വേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് രണ്ടുമാണ് ഈ കേസുകൾ നടക്കാതിരിക്കുക. അത് ശ്രദ്ധിക്കുന്നില്ല, ഡോക്ടറെ അടുത്ത് പോകുന്നില്ല, ഡയഗ്നോസിസ് ചെയ്യുന്നില്ല, ട്രീറ്റ്മെന്റ് നടത്തുന്നില്ല. അപ്പൊ അതാണ് this could lead to complications later, which include PID, pelvic inflammatory diseases, abortion, stillbirth, ectopic pregnancies, infertility, or even cancer of the reproductive tract. കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞു ചിലതൊക്കെ മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്, അത് നമ്മൾ പ്രോപ്പറായി ട്രീറ്റ് ചെയ്താൽ മാറുന്നതാണ്. പക്ഷെ അത് ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ആ എക്സ്റ്റേണൽ ജെനിറ്റാലിയെന്ന് അല്ലെങ്കിൽ ജെനിറ്റൽ ഓർഗൻസിന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നു. ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ ഉണ്ടാകുന്ന, ഇപ്പൊ വജൈനയിൽ ഉണ്ടായതാണെങ്കിൽ അത് സെർവിക്സിലേക്ക് പാസ് ചെയ്യുന്നു, അത് പിന്നെ അത് യൂട്രസിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ സെർവിക്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അത് ഭാവിയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രഗ്നൻസിയെ പ്രശ്നങ്ങൾ തടയാം, അല്ലെങ്കിൽ അത് സ്റ്റിൽ ബർത്തിന് കാരണമാകുന്നു. പിന്നെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാല് ഈ ഫെലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുക, ഈവൻ ക്യാൻസറിന് വരെ കാരണമാകുക. അപ്പൊ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ജെനിറ്റൽ ഓർഗൻസിൽ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടർമാരുടെ സേവനം തേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇനി ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമുക്ക് STIകളെ പ്രിവെന്റ് ചെയ്യാം? അതിന് അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അൺനോൺ ആയിട്ടുള്ള ആളുകളുമായിട്ടും ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സുമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കുക. അതായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ വഴിയാണ്
ഈ STIകൾ സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ഒഴിവാക്കാനുള്ള ഒന്നാമത്തെ മാർഗം തന്നെ തീർച്ചയായിട്ടും എന്തായിരിക്കും? അത്തരത്തിലുള്ള അൺസേഫ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഒഴിവാക്കുക, അല്ലെ? ദ യൂസ് ഓഫ് കോണ്ടംസ്. സെക്ഷൽ കോണ്ടാക്ടിന്റെ സമയത്ത് തീർച്ചയായിട്ടും കോണ്ടംസ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു മാർഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏർലി ഡിറ്റക്ഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ നിങ്ങളോട് 2 മാർക്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ദെൻ യൂസ് ഓഫ് കോണ്ടം, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ് ആൻഡ് ദെൻ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതൊക്കെ നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു അവയർനെസ് ആണ് വേണ്ടത്, അല്ലെ? എന്താണ് STIകൾ എന്നും അതെങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ആളുകളെ ബോധവാന്മാരാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് തടയാനുള്ള മാർഗങ്ങൾ എന്താണെന്നുള്ളതും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ അവരെ മനസ്സിലാക്കാൻ പറ്റൂ. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ STIയുടെ ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ 15 to 24 ഏജ് ഗ്രൂപ്പിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത്തരം അസുഖങ്ങൾ കാണുന്നത് എന്നാണ് പറയുന്നത്. റിപ്പോർട്ടുകളാണ്, പഠനങ്ങളാണ്, കണക്കുകളാണ്. അപ്പൊ ആ ഒരു ഏജ് ക്ലാസ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ഈ അഡോളസെൻസിലേക്ക് വന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത, ഇതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഇല്ലാത്ത, എന്നാൽ അതേസമയം എന്താണ് ആങ്ഷൈറ്റിയും എക്സ്പെരിമെന്റേഷനും എക്സ്പ്ലോറേഷനും കൂടുതലുള്ള പ്രായം. അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെയാണ് ഇതിപ്പോ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നെക്സ്റ്റ് ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നു. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് വന്ധ്യത എന്ന പേരാണ് ഞാൻ മലയാളത്തിൽ പറയാ, അല്ലെ? അൺഏബിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഇൻ സ്പൈറ്റ് ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ. അതായത് മാരീഡ് കപ്പിള് അവരെന്താണ്, അവര് ഒരു കുട്ടി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല, പിന്നെ ഒരു കോൺസെപ്റ്റീവ് മെത്തേഡ്സും യൂസ് ചെയ്യുന്നില്ല, ബട്ട് എന്തുണ്ടാവുന്നില്ല, അവിടെ കൺസെപ്ഷൻ നടക്കുന്നില്ല. അപ്പോ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, ഇൻസ്പൈറ്റ് ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ, യാതൊരു വിധത്തിലുള്ള കോൺസെപ്റ്റീവ് മെത്തേഡ്സുകളോ അവർ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. പല റീസൺസ് ആവാം, ഫിസിക്കൽ, ശാരീരികം, കൺജനിറ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാവാം, അതിൽ അസുഖങ്ങൾ കൊണ്ടാവാം, ജന്മനായുള്ള പ്രശ്നങ്ങളാവാം, ഫിസിക്കലുള്ള പ്രശ്നങ്ങളാവാം, ചില മരുന്നുകളാകാം, അസുഖങ്ങളാവാം, ഇമ്മ്യൂണോളജിക്കൽ, അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണോളജിയും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈവൻ സൈക്കോളജിക്കൽ ആവാം. അതൊക്കെ ഒരുപാട് തലങ്ങളാണ് അതിന്. സൈക്കോളജിക്കൽ ആസ്പെക്ട് കൊണ്ട് എങ്ങനെ പ്രഗ്നൻസി ഉണ്ടാകാതെ പോകുന്നു. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഈച്ച് ആൻഡ് എവരി എന്ത് കാര്യങ്ങളാണെങ്കിലും അതിന് നമ്മുടെ മാനസിക നില എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ആസ്പെക്റ്റിന്, നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോ ആ കാര്യങ്ങൾ പല റീസൺസ് കൊണ്ട് അത് സംഭവിക്കാം. ആ ചോദ്യം ചോദിക്കാറുണ്ട്, ഇത്തരം കപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ക്ലിനിക്കുകളുടെ പേരെന്താന്ന് ഒരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്, സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്സ് കോൾഡ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് could help in diagnosis and corrective treatment of some of these disorders and enable this couple to have children. അപ്പൊ അതില് പല രീതികളില് നമുക്കിത് ഇതിനെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ട്രീറ്റ്മെന്റ്സ് എല്ലാത്തിനും ഉണ്ട്. അപ്പൊ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ എന്നാണ് അത്തരം ക്ലിനിക്കുകളെ പറയുന്ന പേര്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അടുത്ത പറയുന്നത്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, ART. ART നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് തന്നെയാണ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അതായത് ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിന് പിന്നെ പ്രഗ്നൻസി അതിൽ സപ്പോർട്ട് ചെയ്യുക, ടു ഹാവ് ചിൽഡ്രൻ ത്രൂ സർട്ടൻ സ്പെഷ്യൽ ടെക്നിക്സ്. ഇൻഫെർട്ടൈൽ കപ്പിൾസിന് അസിസ്റ്റഡ് ടു ഹാവ് ചിൽഡ്രൻ, അതായത് ആ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ആളുകൾക്ക് അതിന് എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു കുട്ടികൾ ഉണ്ടാകുന്നതിലേക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേജിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ രീതി ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് IVF. എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. ഇതിലെല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുന്നതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദി ബോഡി. ഇൻ വിവോ ഉണ്ട്, ഇൻ വിട്രോ ഉണ്ട്. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദി ബോഡിയാണ്. ഇൻ ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻസ് ആസ് ദാറ്റ് ഇൻ ദി ബോഡി. അതായത് സാധാരണ നമുക്കറിയാം ഹ്യൂമണിലൊക്കെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ശരീരത്തിനകത്ത് വെച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിനുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ഗ്യാമറ്റ്സുകളെയൊക്കെ ശരീരത്തിന് പുറത്ത് വെച്ച് ഫ്യൂസ് ചെയ്യിച്ചിട്ട് പിന്നീട് എംബ്രിയോ സ്റ്റേജിൽ, അതായത് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. എന്നിട്ട് ആ ഒരു സൈഗോട്ടിനെ
അല്ലെങ്കിൽ പറയുന്ന എംബ്രിയോ എന്ന് പറയുന്ന സ്റ്റേജിനെ എന്ത് ചെയ്യുന്നു, ഫീമെയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻ വിട്രോ. അപ്പൊ ഫെർട്ടിലൈസേഷൻ ബോഡിക്ക് പുറത്ത് നടത്തിയിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുക. അപ്പൊ അതിന്റെ രീതികൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മള് ഇൻ ദിസ് മെത്തേഡ് പോപ്പുലർലി നോൺ ആസ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ടെസ്റ്റ് ട്യൂബ് പ്രോഗ്രാം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ ഓവം എവിടുന്നാണ്, ഒന്നുകിൽ വൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഡോണർ ഫീമെയില്. വൈഫിന് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോണറിന് സ്വീകരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഓവവും സ്പേം, അതുപോലെ തന്നെ സ്പേം ഹസ്ബൻഡിന്റെ സ്പേം ആവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിന്ന് എടുത്ത സ്പേമും ആവാം. ഡോണർ മെയിൽ ആർ കളക്ടഡ് ആൻഡ് ആർ ഇൻഡ്യൂസ്ഡ് ടു ഫോം സൈഗോട്ട്. അതായത് പുറത്തുള്ള ലബോറട്ടറി കണ്ടീഷനിൽ വിച്ച് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് നമ്മുടെ ബോഡി കണ്ടീഷൻസ്, അങ്ങനെ അതിനെ ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുക. ഇൻഡ്യൂസ്ഡ് ടു ഫോം സൈഗോട്ട് അണ്ടർ സിമുലേറ്റഡ് കണ്ടീഷൻസ് ഇൻ ദ ലബോറട്ടറി. അങ്ങനെ സൈഗോട്ടിനെ ആക്കുന്നു. എന്നിട്ട് ദിസ് സൈഗോട്ട് അല്ലെങ്കിൽ ഏർലി എംബ്രിയോസ് വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ദെൻ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ്. ആ ഒരു സൈഗോട്ടിനെ എന്ത് ചെയ്യുന്നു, ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഫീമെയിലിന്റെ വൈഫിന്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് സിഫ്റ്റ്, ദാറ്റ് ഈസ് എംബ്രിയോ വിത്ത് മോർ. ഞാൻ വൈഫിന്റെതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നെന്ന് പറയാൻ കാരണം വൈഫിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ ഓക്കെ. സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സിഫ്റ്റ് കേട്ടോ, സിഫ്റ്റ് ചോദിക്കുന്നതാണ്. അപ്പൊ ആ സൈഗോട്ടിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് എംബ്രിയോ വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ നേരെ യൂട്രസിലേക്കാണ് മാറ്റുക. ദാറ്റ് ഈസ് IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ, ടു കംപ്ലീറ്റ് ഇറ്റ്സ് ഫർദർ ഡെവലപ്മെന്റ്. സോ മനസ്സിലാക്കുക, IVF എന്ന് പറഞ്ഞാല് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. ബോഡിക്ക് പുറത്ത് വെച്ച് ലബോറട്ടറി കണ്ടീഷനിൽ സ്പെർമിനെ എഗിനെയും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാക്കി പിന്നീട് എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുന്നു. അത് ഒന്നുകിൽ അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് വരെ ഉള്ളതാണെങ്കിൽ അത് ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ്. അപ്പൊ നമ്മൾ അതിനെ സിഫ്റ്റ് എന്ന് പറയുന്നു. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ നമ്മൾ നേരിട്ട് യൂട്രസിലേക്കാണ് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ അതിനെ IUT എന്നുള്ള പേര് പറയുന്നു, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അവിടെ വെച്ചിട്ട് അതിന്റെ ബാക്കി ഡെവലപ്മെന്റ്സ് നടക്കും. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാംസ് ആണ് ഇതിനെ കോമൺ ആയിട്ട് പറയാം. അടുത്തൊരു പ്രോസസ് ആണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഗ്യാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം കളക്ടഡ് ഫ്രം എ ഡോണർ ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ who cannot produce one but can provide suitable environment for fertilization and further development. അതായത് ഇവിടെ ഫീമെയില് അല്ലെങ്കിൽ വൈഫിനുള്ള പ്രശ്നം എന്താണ്, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓവം ഹെൽത്തി അല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ വേറെ ഒരു ഫീമെയിലിന്റെ, ഡോണർ ഫീമെയിലിന്റെ ഓവത്തിനെ എന്ത് ചെയ്യുന്നു, ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് എന്ത് ചെയ്യാം, ഒരു യൂട്രസ് ഒക്കെയാണ്, പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ അവിടെ ഈ ഗിഫ്റ്റ് ആണ് നടക്കുക. ദാറ്റ് ഈസ് ഗ്യാമേറ്റിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പൊ ഗിഫ്റ്റ് ഫീമെയിലാണ് ചെയ്യാട്ടോ. ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അതായത് it is another specialized procedure to form an embryo in the laboratory in which a sperm is directly injected into the ovum. അതായത് സ്പേമിനെ ഡയറക്റ്റ് ആയിട്ട് ഓവത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ICSI എന്നുള്ള ഇൻജെക്ട് ചെയ്യാൻ സ്പേമിനെ, ദാറ്റ് ഈസ് ICSI. Then fertility cases, infertility cases either due to inability of the male partner to inseminate the female or due to very low sperm count. അതായത് മെയിൽ പാർട്ട്ണർക്ക് ഇൻസെമിനേഷനുള്ള പ്രശ്നങ്ങളുണ്ട്, അതല്ലെങ്കിൽ വളരെ സ്പേം കൗണ്ട് കുറവാണ്. മില്യൺസ് ഓഫ് സ്പേംസ് ആണ് ഓരോ ഇജാക്കുലേഷനിലും പുറത്ത് വരുന്നത്. അതിൽ വളരെ ചെറിയ ശതമാനത്തിൽ മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ള സ്പേമുകൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ സ്പേമിന്റെ മൂവ്മെന്റ് കുറവ്, സ്പേമിന്റെ കൗണ്ട് കുറവ്, പല റീസൺസ് ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള കേസുകളിലാണ് നമ്മൾ AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിക്കുക. അതായത് മെയിൽ പാർട്ട്ണർക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ വെരി ലോ സ്പേം കൗണ്ട് ഉണ്ടാവുക. അപ്പൊ അത്തരം കേസുകളിൽ അത് കറക്റ്റ് ചെയ്യാനാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിക്കുന്നത്. ഈ ടെക്നിക്കില് സെമൻ കളക്ടഡ് ഐദർ ഫ്രം ദി ഹസ്ബൻഡ് or healthy donor is artificially introduced either into the vagina or into the uterus. അതായത് ഇപ്പോ സ്പേം കൗണ്ട് കുറവ്, സ്പേം പിന്നെ ഹെൽത്തി ആയ സ്പേം ഇല്ല, അങ്ങനത്തെ കേസുകളാണെങ്കിൽ വേറൊരു
ആളുടെ ഡോണർ മെയിലിൽ നിന്ന് സ്പേമുകൾ സ്വീകരിക്കാം. അതല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ തന്നെ സ്പേമുകൾ സ്വീകരിച്ചിട്ട് ഒന്നുകിൽ വെജൈനയിലേക്ക് അല്ലെങ്കിൽ യൂട്രസിലേക്ക് എന്ത് ചെയ്യുന്നു, അതിനെ മാറ്റുന്ന പ്രോസസ്സാണ് IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ഓഫ് ദി ഫീമെയിൽ. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ടെക്നിക്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. IVF നമ്മൾ പറഞ്ഞു, ET എംബ്രിയോ ട്രാൻസ്ഫർ ആണ്, SIFT സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ് ഗാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ പറഞ്ഞു. ദെൻ ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ പറഞ്ഞു. ദെൻ AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പറഞ്ഞു. ദെൻ IUI ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പൊ ഇതെല്ലാം ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ്. ഇതെല്ലാം ഫെയിലിയർ ഒക്കെ ആവുമ്പോഴാണ് ആളുകൾ അഡോപ്ഷൻ എന്നുള്ള രീതികളിലേക്ക് പോകാറുള്ളൂ. അപ്പോ പല റീസൺസ് കൊണ്ടുണ്ടാവാം. ഫിസിക്കൽ ആവാം, സൈക്കോളജിക്കൽ ആവാം, ഇമ്മ്യൂണോളജിക്കൽ ആവാം. അവിടെ ഇമ്മ്യൂണോളജിക്കൽ എന്ന് പറഞ്ഞാല് ചിലപ്പോ ഇപ്പൊ സ്പേം എന്ന് പറയുന്നത് ഒരു ഫീമെയിലിന്റെ ബോഡി സംബന്ധിച്ചിടത്തോളം സ്പേമിന് നമുക്കൊരു ഫോറിൻ ബോഡി ആയി കാണാം. അങ്ങനെ കണ്ടിട്ട് സ്പേമുകളെ നശിപ്പിക്കാം. അല്ലെങ്കിൽ ഫീമെയിലിൽ കാണുന്ന വെജൈനൽ റീജിയനിലെ ഇൻക്രീസ്ഡ് അസിഡിറ്റി ആവാം ചിലപ്പോൾ സ്പേമുകളെ നശിപ്പിക്കാനുള്ള കാരണം. അപ്പൊ അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടാവാം ഇൻഫെർട്ടിലിറ്റിക്ക്. അപ്പൊ അതിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിൽ വരുന്ന കാര്യം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുള്ളത്. അതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിച്ചു. അപ്പൊ അടുത്ത ചാപ്റ്ററുകളായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോഴേക്കും ഈ ചാപ്റ്റർ ഒക്കെ പഠിച്ചു വയ്ക്കുക. അതുവരേക്കും നന്ദി, നമസ്കാരം.